ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളിൽ പങ്കാളികളാകുന്നതിന് 50 ബംഗ്ലാദേശ് സംരംഭകരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി. അസമിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് സംസ്ഥാനത്ത്. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 5,69,00,000 കടന്നു. രോഗമുക്തി നിരക്ക് 95.9%. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 25,000-ൽ താഴെയായി. പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവരുടെ എണ്ണം 30 ലക്ഷത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളിൽ പങ്കാളികളാകുന്നതിന് 50 ബംഗ്ലാദേശ് സംരംഭകരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു ആശയം മുന്നോട്ട് വച്ചത്. ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം യുവശാസ്ത്രജ്ഞർക്ക് നൽകുന്ന സ്കോളർഷിപ്പാണിത്. ബംഗ്ലാദേശുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗ്ലാദേശിന്റെ വികസനത്തിനായുള്ള ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അസമിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. അസമിൽ 12 ജില്ലകളിലെ 47 മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിൽ 5 ജില്ലകളിലെ 30 മണ്ഡലങ്ങളിലുമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ പ്രകാശ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. അസമിൽ 23 വനിതകൾ ഉൾപ്പെടെ 264 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 81 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA, യുണൈറ്റഡ് പാർട്ടി ലിബറൽ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാസഖ്യം എന്നീ മുന്നണികളാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ മജൂലിയിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ റിപുൻ ബോറ ഗോപൂരിൽ നിന്നും ജനവിധി തേടുന്നു. അസം ഗണപരിഷത്ത് നേതാവ് അതുൽ ബോറ, RDP നേതാവ് അഖിൽ ഗോഗോയ് എന്നീ പ്രമുഖരും ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നു. ബംഗാളിൽ 5 ജില്ലകളിൽ 21 വനിതകൾ ഉൾപ്പെടെ 191 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇവിടെ 8 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 74 ലക്ഷം വോട്ടർമാരാണുള്ളത്. BJPയും തൃണമൂൽ കോൺഗ്രസും 29 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസും ഇടതു പാർട്ടികളും സംയുക്ത മുന്നണിയായാണ് മത്സരിക്കുന്നത്. എല്ലാ പോളിംഗ് ബൂത്തിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സജ്ജീകരിച്ചിട്ടുണ്ട്. COVID-19 മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. ബൂത്തുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉൾപ്പെടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഇന്ന് കേരളത്തിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ശ്രീ രാജ്നാഥ് സിംഗ് വർക്കല മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി റോഡ് ഷോ നടത്തും. റോഡ് ഷോയ്ക്ക് ശേഷം വർക്കല ശിവഗിരിയിൽ എത്തുന്ന അദ്ദേഹം മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തി സ്വാമിമാരുമായി കൂടിക്കാഴ്ച നടത്തും. കോട്ടയം, തൃശൂർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് എറണാകുളത്ത് റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം രാത്രിയോടെ ഡൽഹിക്ക് മടങ്ങും. ഇന്നലെ രാത്രി കോഴിക്കോടെത്തിയ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് രാവിലെ ധർമ്മടത്ത് NDA സ്ഥാനാർത്ഥി CK പത്മനാഭനു വേണ്ടി റോഡ് ഷോയിൽ പങ്കെടുക്കും. തൃശൂരിലും തൊടുപുഴയിലും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം വൈകിട്ട് തിരുവനന്തപുരത്ത് വിവിധ റോഡ് ഷോകളിലും അദ്ദേഹം പങ്കെടുക്കും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൊട്ടാരക്കര മണ്ഡലത്തിലെ നെടുമൺകാവിലും പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കരുനാഗപ്പള്ളി, പെരുമ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ മലപ്പുറത്തും പാലക്കാട്ടും വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്ന് പത്തനംതിട്ടയിൽ വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് തുടങ്ങിയ കേസുകളിൽ കേരള സർക്കാരിനെതിരായ കേന്ദ്ര നീക്കങ്ങൾക്ക് തടയിടാൻ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകി. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി KV മോഹനനെ കമ്മീഷനാക്കിയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി നേടിയ ശേഷമാകും തീരുമാനം നടപ്പിലാക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ച ശേഷം ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കും. ഇന്ന് രാവിലെ 7 മുതൽ അടുത്ത മാസം 29 രാത്രി 7:30 വരെ എക്സിറ്റ് പോളുകൾ നടത്തുന്നതും അവയുടെ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസം, കേരള, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അച്ചടി മാധ്യമങ്ങളിലൂടെയും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും ഈ കാലയളവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമാണ് കമ്മീഷൻ നിരോധിച്ചത്. കേരളത്തിൽ ഈസ്റ്ററിനും വിഷുവിനും റമദാനിനും മുൻപ് അരി വിതരണം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരാതി നൽകിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 234 സീറ്റുകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ഏപ്രിൽ 6 നടക്കും. BJP നേതാവ് പൊൻ രാധാകൃഷ്ണൻ, അന്തരിച്ച മുൻ MP H വസന്തകുമാറിന്റെ മകൻ വിജയ് വസന്ത് എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. തെരഞ്ഞെടുപ്പ് വേളയിൽ കോവിഡ് ജാഗ്രത കൈവിടരുത്. ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. രാജ്യത്ത് ഇതുവരെ 5,69,00,000 പേർക്ക് കോവിഡ് വാക്സിനേഷൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 23.58 ലക്ഷം പേരാണ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95.9%. 1,12,00,000 പേർ ഇതുവരെ കോവിഡ് മുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 257 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് കോവിഡ് മരണസംഖ്യ 1.6 ലക്ഷം കടന്നു. കേരളത്തിൽ ഇതുവരെ 29,33,594 ഡോസ് വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഇനി കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 25,000-ൽ താഴെയായി. 10,82,585 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. 3.49% നിലവിലെ രോഗസ്ഥിരീകരണ നിരക്ക്. 4,553 പേരാണ് ഇതുവരെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 75ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 1,534 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ രോഗികളായവരുടെ എണ്ണം 6,54,000 കവിഞ്ഞു. 971 പേർ ഇന്നലെ രോഗമുക്തരായി. 9 പേർ മരിച്ചു. നിലവിൽ 6,051 രോഗികളാണ് ഡൽഹിയിൽ ചികിത്സയിലുള്ളത്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് വിജയം. 39 ബോൾ ബാക്കി നിൽക്കെയാണ് ഇന്ത്യ ഉയർത്തിയ 337 എന്ന സ്കോർ ഇംഗ്ലണ്ട് നേടിയത്. ലോകം ഇന്ന് ഭൌമ മണിക്കൂർ ആചരിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും കെടുതികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനാണ് ഭൌമ മണിക്കൂർ ആചരണം. ലോകത്തെ 7000 നഗരങ്ങൾ ഇന്ന് ഭൌമ മണിക്കൂർ ആചരണത്തിന്റെ ഭാഗമാകും. പ്രാദേശിക സമയം രാത്രി 8:30 മുതൽ 9:30 വരെ വൈദ്യുതി വിളക്കുകൾ അണച്ചും കമ്പ്യൂട്ടർ, ടെലിവിഷൻ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെയും ഊർജ്ജ ഉപയോഗം പരമാവധി കുറച്ചുമാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്. ലോക നാടക ദിനമായ ഇന്ന് രംഗഭൂമി ഇന്ത്യൻ തിയേറ്ററുകളുടെ ഉത്സവം എന്ന പേരിൽ ഫിലിം ഡിവിഷൻ ദ്വിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. കോവിഡ്-19 വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലളിതമായും ആൾക്കൂട്ടം ഒഴിവാക്കിയും ഹോളി ആഘോഷിക്കുവാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സർക്കാർ. രംഗപഞ്ചമി ദിനത്തിൽ സാംസ്കാരികവും മതപരവുമായ എല്ലാ ചടങ്ങുകൾ ഒഴിവാക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ദുഃഖവെള്ളിയും ഈസ്റ്റർ ദിനത്തിലെ ചടങ്ങുകളും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ലളിതമായി സംഘടിപ്പിക്കണമെന്ന് ക്രിസ്ത്യൻ മതവിഭാഗത്തോടും സർക്കാർ ആവശ്യപ്പെട്ടു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ഇന്നലെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നേരത്തെ പരിഗണനയിലുണ്ടായിരുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ-US ധാരണ. ഇത് സംബന്ധിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കൻ വ്യാപാര പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട കാദറിൻ തായുമായി വീഡിയോ കോളിലൂടെ ആശയവിനിമയം നടത്തി. പുതുതായി ചുമതലയേറ്റ കാദറിനെ ശ്രീ ഗോയൽ അഭിനന്ദിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തമാക്കാൻ സംഭാഷണത്തിൽ ധാരണയായി. ഇന്ത്യ-US ട്രേഡ് പോളിസി ഫോറവും ശക്തമാക്കും. സൂയസ് കനാലിലൂടെയുള്ള കപ്പൽ ഗതാഗതം സ്തംഭിച്ച സാഹചര്യത്തിൽ 4 പദ്ധതി ആവിഷ്കരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ വകുപ്പിന്റെ ചരക്കു നീക്ക വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറി പവൻ അഗർവാൾ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. വിവിധ ഗതാഗത ഏജൻസികൾ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. പ്രതിസന്ധി സമയത്ത് ചരക്ക് നീക്കത്തിനുള്ള നിരക്കുകൾ വർദ്ധിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു തുറമുഖം, മുന്ദ്ര, ഹസീര തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വാണിജ്യ കപ്പൽ കുടുങ്ങിയതിനെ തുടർന്ന് 23 മുതലാണ് സൂയസ് കനാൽ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളിൽ പങ്കാളികളാകുന്നതിന് 50 ബംഗ്ലാദേശ് സംരംഭകരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി. അസമിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് സംസ്ഥാനത്ത്. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 5,69,00,000 കടന്നു. രോഗമുക്തി നിരക്ക് 95.9%. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 25,000-ൽ താഴെയായി. പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവരുടെ എണ്ണം 30 ലക്ഷത്തിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.